ധന്യമീ ജീവിതം പതിവായിട്ട് കേൾക്കുന്ന ഒരു പ്രമുഖ എഴുത്തുകാരൻ എന്നോട് പറഞ്ഞു. ഒരു തവണ കേട്ടു, പിന്നെ എനിക്കത് കേൾക്കണമെന്ന് തോന്നാതിരിക്കാൻ കാരണം, നമ്മൾ വലിയ തിരക്കിലാവും. അപ്പൊ വളരെ ഫോണിലിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന തലക്കെട്ടും, അങ്ങനെ ഒരു തലക്കെട്ട കാണുമ്പോൾ അതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കും. അങ്ങനെ സ്പീഡിൽ കാര്യം പറഞ്ഞ് തീർക്കുന്നതിന് പകരം പതുക്കെ സാവകാശത്തിൽ കാര്യം പറയുമ്പോൾ ജനങ്ങൾക്ക് ഇയാൾക്ക് ക്ഷമയില്ല എന്നുള്ളതാണ് സത്യം. നാട്ടുകാർക്ക് ക്ഷമയില്ല കേൾക്കാൻ. പെട്ടെന്ന് പറയണം, വലിയ തലക്കെട്ടും കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാൻ പിന്നെ തർക്കിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് 100% ശരിയാണ്. പക്ഷേ ലളിതഗാനം പാടുന്ന പോലെ ശാസ്ത്രീയ ഗാനം പാടാൻ പറ്റും? വളരെ സ്പീഡിൽ പാടുന്ന ഒരു സിനിമാ പാട്ടിന് തുല്യമായിട്ട് ചെമ്പൈ വാദ്യനാഥ ഭാഗവതരുടെ പാട്ട് കച്ചേരി അങ്ങനെയല്ല. അതുമാതിരി വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചില വിഷയം വളരെ സ്ലോ ആയിട്ട് പറയുകയും വേറെ പല ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിലേക്ക് ബന്ധിപ്പിക്കുമ്പോഴേ ശക്തി കിട്ടുള്ളൂ. പെട്ടെന്ന് പറഞ്ഞു തീരില്ല. ഒരു പരദൂഷണോ ഒരു ഗോസിപ്പോ പറയണ പോലെ ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് കൊണ്ടല്ലേ നോവൽ എഴുതുന്നതിനാ. ആ നോവലിലൊരു 300 പേജ് എഴുതി വരുമ്പോഴേ ഈ ആശയം വേണ്ടുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ കാര്യവും ഇതേമാതിരി സ്പീഡിൽ വിരൽ വെച്ച് നീക്കും എന്നുള്ളതിനാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വർത്തമാനവും അവിശുദ്ധ ബന്ധമൊന്നും പറയുമ്പോ ഈ മേറ്റർ പറയാൻ പറ്റുകയില്ല. ഇന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചവരാണ് എല്ലാവരുടെ കാര്യം. ചിലർ കൂടുതൽ വിജയിച്ചവർ ഉണ്ട്. ചില പ്രത്യേക സ്ഥാനമാനങ്ങളിലൊക്കെ എത്തുമ്പോൾ അവരിങ്ങനെ സ്റ്റേജിലേക്ക് വരുമ്പോൾ എല്ലാവരും ആരാധ്യരോടെ കൂടെ നോക്കും. കാരണം എന്താ അറിയാം, അയാളുടെ അധികാരം എന്താ, അയാൾ വിചാരിച്ചപ്പോ എന്താ പറ്റാത്തത്, അയാൾ വാങ്ങുന്നത് എത്ര രൂപ ശമ്പളം, ആരാധനയോട് കൂടി നോക്കിക്കൊണ്ടിരിക്കുക. ഇയാൾ ഇത്ര വലിയ പദവിയിൽ എത്താൻ കാരണം എന്താ? ഒരു പ്രത്യേക കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത അങ്ങനെ ജീവിതം. ഒരു പ്രത്യേക കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്കത് പഠിക്കണം, അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അതിലേക്ക് മാത്രം ശ്രദ്ധയായതുകൊണ്ടാണല്ലോ സക്സസ് ആയത്. സുഹൃത്തായ വക്കീലിന്റെ മകൻ എന്നോട് ചോദിച്ചു, ഭാവിയിൽ എന്താവാൻ ആഗ്രഹിക്കുന്നു? അപ്പൊ എന്താവാൻ ആഗ്രഹിക്കുന്നുള്ള ആകെ പോസ്റ്റ് 2 പോസ്റ്റായിട്ടേ ഉള്ളൂ. അത് ഭയങ്കര വലിയ ശമ്പളമാണ്. അങ്ങനെ 20,000 പോസ്റ്റ് ഒന്നുമില്ല. അപ്പൊ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഏതൊരാളും വിജയിക്കുന്നത്. സ്വാർത്ഥത ഇല്ലാതെ കാര്യം നടക്കില്ല. സ്വാർത്ഥത പാടില്ല എന്ന് ഞാൻ വേറെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പ്രശ്നം മക്കളോട് പറയില്ലേ, പരീക്ഷയ്ക്ക് എന്താ ചോദിക്കുന്നത് അത് പഠിക്കുകയും. നിരത്തിപ്പിടിച്ച് വായിക്കുന്ന ദുശ്ശീലം എനിക്ക് കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നു. ആ ശീലപ്പോഴും ഉണ്ട്. കീറക്കടലാസും നോട്ടീസും വരെ മുഴുവൻ വായിക്കും. നമുക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? പഠിക്കണ കുട്ടിക്ക് തടസ്സമായതുകൊണ്ട് അധ്യാപകൻ അച്ഛൻ പറയും, എടാ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പഠിക്കുക, കാരണം മാർക്കൊക്കെ കുറവാണ്. എക്സാമിനേഷന് മാർക്ക് കുറവാകുമ്പോൾ അധ്യാപകനായ പിതാവ് പലരും വല്ല തെറ്റുണ്ടോ? അവരിത് വായിക്കും, പുസ്തകമില്ല. അന്ന് നോവല് വായിക്കാതെ വളരെ ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണ്. വായിക്കാൻ കിട്ടൂല. വായനശാലയിൽ പോയിട്ട് മെനക്കെട്ട് എണ്ണം വായിക്കാൻ കിട്ടുന്നല്ലാതെ. അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു സ്വാർത്ഥതയിലേക്ക് നീങ്ങുമ്പോഴാണ് സക്സസ് ഉണ്ടാവുക.
അത് പറയാനാണ് ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. നല്ല പാട്ടുകാരനായി. എന്റെ കാരണം 12 കൊല്ലത്തെ ട്രെയിനിങ് ആണ്. ഇപ്പൊ ഈയിടെ കുടുംബമേളയില് ഒരു പെൺകുട്ടി, എന്റെ ജന്മസ്ഥലമായിട്ടുള്ള പട്ടാമ്പിയിലെ അക്ഷരാശ്രമം എന്നാണ് ജന്മസ്ഥലത്തിനെ ആളുകൾ വിളിക്കുന്നത്. നവരാത്രി ആഘോഷത്തിന് ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്തു. ആ കുട്ടിക്ക് ഞാനത് സമ്മാനം കൊടുത്തു. എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഞാൻ ഭാര്യയോട് പറഞ്ഞു, ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്യുന്നല്ലോ. അവള് പറഞ്ഞു, എന്തത്ര നന്നായി, എല്ലാ കുട്ടികളും ഇപ്പൊ ഡാൻസ് പഠിക്കുന്നുണ്ട്, എല്ലാ കുട്ടികളും ഇപ്പൊ പഠിച്ചിട്ടാ ചെയ്യണത്, തട്ടിപ്പമ്പണിയല്ല എന്നെന്തോ പറഞ്ഞു. ഈ കുട്ടിയോട് ചോദിച്ചു, ഇത് എത്ര കൊല്ലം പഠിച്ചു? ആ കുട്ടി പറഞ്ഞു 13 കൊല്ലം പഠിച്ചു. ഞാൻ ഞെട്ടി. ഞാൻ ഒരു 3 മാസമൊന്നോ LKG പഠിക്കുമ്പോൾ ഞാൻ ഈ ഡാൻസ് പഠിക്കൽ തുടങ്ങിയതാണ്. അത്ര കോൺസെൻട്രേഷൻ അതിലേക്ക് വന്നുകൊണ്ടാണ് ആ കുട്ടിയുടെ ചലനങ്ങൾ ഇത്ര നന്നായത്. അങ്ങനെ വരുമ്പോ സ്വാർത്ഥതയുണ്ടെങ്കിലേ ഉന്നത സ്ഥാനത്ത് എത്താനായിട്ട് ആർക്കും കഴിയുള്ളൂ. നന്നായി ഡാൻസ് ചെയ്യണമെങ്കിൽ, നന്നായി പാട്ട് പാടണമെങ്കിൽ, ഉയർന്ന ഉദ്യോഗത്തിലിരിക്കണമെങ്കിൽ കുത്തിയിരുന്ന് പഠിക്കണം. ഒരു ഉദ്യോഗസ്ഥൻ ഭാര്യ കുട്ടിയെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ഗുരുവായൂർക്ക് കൊടുന്നപ്പോൾ കുട്ടി ബഹളം വെക്കുന്നുണ്ട്, 100%. ഇയാളുടെ പെട്ടിയിൽ കുറെ പുസ്തകമുണ്ട്. ഭാര്യ എന്നോട് പറഞ്ഞു, കണ്ടില്ലേ, മദ്രാസിൽ വരുമ്പോഴേക്കേ പുസ്തകം കൊണ്ടാ വന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. അയാൾ ഉന്നത സ്ഥാനത്തെത്തി. ഒരു കാര്യത്തിലേക്കുള്ള സ്വാർത്ഥത വരുമ്പോ ഉന്നത സ്ഥാനത്ത് എത്തും. പക്ഷേ ആ ഉന്നത സ്ഥാനത്ത് എത്തുന്നവരെ കുറിച്ച് മറ്റുള്ളവർക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ പറഞ്ഞ നമ്മുടെ കാര്യമല്ല, അയാൾ ഉന്നത സ്ഥാനത്ത് എത്തിയതുകൊണ്ടാണ് ആ വ്യക്തി ഉന്നത സ്ഥാനത്ത് എത്തിയത് വ്യാവഹാരിക അർത്ഥത്തിലുള്ള ഒരു സ്വാർത്ഥത കൊണ്ടാണല്ലോ. അങ്ങനെ വരുമ്പോ സ്വാർത്ഥത വരുന്നവർക്ക് സ്നേഹം കുറയും. ഒരു വസ്തുവിനോടുള്ള സ്നേഹമാണല്ലോ സ്വാർത്ഥത. അപ്പൊ ഈ വ്യക്തിക്ക് സ്നേഹം കുറച്ച് കുറയും. പരീക്ഷയ്ക്ക് പഠിക്കണം, ഉന്നത സ്ഥാനത്ത് എത്തണം, കുട്ടിയെ എഴുത്തിനിരുത്താനോ കൊണ്ടുവരുന്നത് ചോറൂണോ എന്തിനോ കൊടുന്നാണ്. അപ്പൊ കുട്ടിയെ മടിയിരുത്തിട്ട് വല്ലാതെ ആളിക്കാൻ നേരം കിട്ടില്ല. പറ്റുമോ? എവിടെ സ്വാർത്ഥത കൂടുന്നുവോ സ്നേഹം കുറയും. പണം പലിശയ്ക്ക് കൊടുത്ത വ്യക്തിക്ക് ആ പലിശ കിട്ടുക, പണം ഉണ്ടാക്കുക എന്നുള്ള വിചാരമാകുമ്പോൾ സ്നേഹം ഒന്ന് കുറയും. അതെനിക്ക് 100 ഉറുപ്പിക നഷ്ടല്ലേ, അപ്പൊ 7 ദിവസത്തെ പലിശ അവിടെ പോയി. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഒക്കെ ബന്ധുക്കള് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാറുണ്ട്, സ്നേഹമില്ല. വളരെ പ്രശസ്തനായുള്ള ഒരു എഴുത്തുകാരൻ എനിക്കറിയാം, സ്നേഹം എന്നുള്ള പരിപാടിയില്ല. സ്വന്തം കീർത്തി, അവനവന്റെ പബ്ലിസിറ്റി, ഒന്നിനോട് സ്നേഹമില്ല, ആരോടും സ്നേഹമില്ല. അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ട് ഇത് ആരും കുറ്റപ്പെടുത്തണ്ട. ഒരു സക്സസിന്റെ പിന്നില് ഓടിയിട്ട് എനിക്ക് ജയിക്കണം, ബാക്കി എല്ലാവരും തോൽപ്പിച്ചിട്ട് 1ാം സ്ഥാനം കിട്ടണം, സക്സസിലെത്തണം. അപ്പൊ അതിലേക്ക് മാത്രം ശ്രദ്ധയാകുമ്പോ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇളവുകൾ ചെയ്യലല്ലേ. ആ സമയത്ത് എനിക്ക് ഉടനെ പോണം, സമയമായി, 10 മണിക്ക് അവിടെ ട്രെയിനിൽ ഇറങ്ങും, 9:55 ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടി പറയാണ്, അച്ഛാ എനിക്ക് ദോശ, എനിക്ക് ഉടനെ പോകേണ്ടതാണ്, അമ്മ ദോശ ഉണ്ടാക്കണം, ആ ദോശ ഉണ്ടാക്കിയിട്ട് പോയി തിന്നോ, പറയില്ലേ? എന്റെ ദോശ കൊടുക്കുവോ? വിജയത്തിന്റെ പിന്നിൽ
സ്വാർത്ഥത ഉണ്ടാകും. സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ അവിടെ സ്നേഹം കുറച്ച് കുറഞ്ഞു പോകും. വളരെ വലിയ പദവിയിലിരിക്കുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ ഒക്കെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്, വലിയ ആളൊക്കെയാണ്, സ്നേഹമില്ലാത്ത ആളാണ്. സ്വാർത്ഥത കുറയണോ? അപ്പൊ സ്നേഹത്തിന് ഇഷ്ടംപോലെ അവസരമുണ്ട്, സൗകര്യമുണ്ട്, ഇഷ്ടംപോലെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കാം. ഈ ഇളവ് ഉന്നത സ്ഥാനത്ത് എത്തിയവർക്ക് ബാക്കിയുള്ളവർ കൊടുക്കണം. അച്ഛൻ ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കിയത് അച്ഛന്റെ സ്വാർത്ഥത കൊണ്ടാണ്. എനിക്ക് എങ്ങനെ പോയിരുന്നാലും ശരി അച്ഛന്റെ സ്വാർത്ഥത കൊണ്ട് ഒരു കാര്യത്തിലും അച്ഛൻ വിട്ടുകൊടുക്കില്ല, ആ 1 ഇഞ്ച് സ്ഥലം വിട്ടുകൊടുക്കില്ല. അച്ഛന്റെ സ്വാർത്ഥത കൊണ്ടാണ് പൈസക്കാരനായത്, അത് മുഴുവൻ മകനുള്ളതാണ്. അപ്പൊ സ്നേഹത്തിന്റെ കാര്യത്തിൽ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാവും. നീ ഇങ്ങനെ പനി പിടിച്ചിരിക്കണു പറഞ്ഞാൽ പറ്റില്ല. പോയിട്ട് ഗോപാലൻ കുട്ടിയോട് ചോദിച്ചിട്ട് ആ പലിശക്കാശ് വാങ്ങി വാ, അച്ഛൻ ആജ്ഞാപിക്കില്ലേ? ഈ വിഷയം പഞ്ചമി ദിനത്തിൽ ഒന്ന് ചിന്തയ്ക്ക് വിടുകയാണ്. നമ്മുടെ ചുറ്റും പലവരും പല കാര്യത്തിൽ, ഭാര്യ പാട്ടുകാരിയാവാം, പ്രഭാഷകയാവാം, നല്ല അധ്യാപികയാവാം, ഒക്കെ നന്നാവും. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ചില വീക്ക്നെസ് ഉണ്ടാകും. സ്നേഹത്തിൽ കുറവ് വന്നാൽ ഇതാണ് കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഗുണം കിട്ടുമെന്ന് പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.